പ്രിയപ്പെട്ട മലയാളി ലൈഫ് ഇനി സിനി ലൈഫ്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ബോളിവുഡിൽ ആരാധകരേറെയുള്ള താരമാണ് സണ്ണി ലിയോൺ. ഇപ്പോൾ മമ്മൂക്ക നായകനാകുന്ന പുതിയ ചിത്രത്തിൽ അതിഥി വേഷത്തിൽ താരം എത്തുന്നത് കാണാനുള്ള കാത്തിരിപ്പിലാണ് ആരാധകർ. എന്നാൽ എന്തുകൊണ്ടാണ് താൻ ഐറ്റം ഡാൻസ് ചെയ്യുന്നത് എന്ന് സണ്ണി ലിയോൺ വെളിപ്പെടുത്തിയതാണ് ഇപ്പോൾ ചർച്ചയായിരിക്കുന്നത്. ബോളിവുഡ് സിനിമയുടെ താരറാണിയായി ഉയർന്ന സണ്ണി ലിയോണിനെ പറ്റിയാണ് ഇപ്പോൾ മലയാളക്കരയിലടക്കം ചർച്ച. മമ്മൂട്ടി നായകനാകുന്ന മധുരരാജയിൽ അതിഥി വേഷത്തിലെത്തുന്ന സണ്ണി ഇപ്പോൾ തുറന്നു പറയുന്നത് താൻ ഐറ്റം ഡാൻസ് എന്തുകൊണ്ട് ചെയ്യുന്നു എന്ന കാര്യമാണ്. പോൺ ഇൻഡസ്ട്രിയിൽ നിന്നും സിനിമാ രംഗത്ത് ചുവടുവെച്ച താരത്തിന് ഒട്ടേറെ ദുരനുഭവങ്ങളും ഈ മേഖലയിൽ നിന്നുമുണ്ടായി. തനിക്കെതിരെ നിലനിന്നിരുന്ന സൈബർ ആക്രമണങ്ങളെക്കുറിച്ചും അത്തരം ആക്രമണങ്ങളിൽ തളരാതെ നെഗറ്റീവ് ചിന്താഗതിക്ക് അടിമപ്പെടാതെ ജീവിതത്തെ നേരിട്ടതിനെക്കുറിച്ചുമാണ് സണ്ണി ഇപ്പോൾ തുറന്നു പറയുന്നത്. കരിയറിന്റെ തുടക്കകാലത്ത് താൻ ഒരുപാട് പേരുടെ വെറുപ്പ് സമ്പാദിച്ചു എന്ന് താരം പറയുന്നു. പക്ഷേ എങ്ങനെയാണ് അത്തരം കമന്റുകളെ നേരിടേണ്ടത് എന്നതിനെ പറ്റിയൊന്നും ആ സമയത്ത് ഒരു പിടിയുമില്ലായിരുന്നു. ബോളിവുഡിലെ തുടക്കകാലത്ത് ഐറ്റം ഡാൻസ് ചെയ്യാനുള്ള അവസരം മാത്രമാണ് എന്നെ തേടി വന്നത്. പക്ഷെ ഞാനതൊന്നും മൈൻഡ് ചെയ്തില്ല. ഐറ്റം ഡാൻസിന്റെ പ്രതിഫലമായി ലഭിക്കുന്ന ചെക്കുകൾക്ക് വേണ്ടിയാണ് താൻ അന്നൊക്കെ ജോലി ചെയ്തതെന്നും താരം പറയുന്നു. കാരണം അന്നു തങ്ങൾ സെറ്റിൽ ചെയ്യാനുള്ള ഒരുക്കത്തിലായിരുന്നുവെന്നും അതിനാൽ പണം അത്യാവശ്യമായിരുന്നുവെന്നും സണ്ണി ലിയോൺ പറയുന്നു. ഐറ്റം ഡാൻസ് ചെയ്യുന്നത് തെറ്റാണെന്ന് താൻ കരുതിയിട്ടേയില്ല. തന്നെ സംബന്ധിച്ചിടത്തോളം ഐറ്റം ഡാൻസ് എന്നത് പാർക്കിൽ നടക്കാൻ പോകുന്നത് പോലെ ഒരു കാര്യമായിരുന്നുവെന്നും സണ്ണി ലിയോൺ കൂട്ടിച്ചേർത്തു. എല്ലാ വീടുകളിലെയും പോലെ സ്നേഹവും കരുതലും അല്ലറ ചില്ലറ വഴക്കുകൂടലുമൊക്കെ തങ്ങളുടെ വീട്ടിലും ഉണ്ടായിരുന്നു. പക്ഷേ ആരെങ്കിലും അനാവശ്യമായി കുറ്റപ്പെടുത്തിയാലോ പരിഹസിച്ചാലോ മാനസികമായി വേദനിപ്പിക്കാൻ ശ്രമിച്ചാലോ അതിൽ നിന്നൊക്കെ തന്നെയും സഹോദരനെയും രക്ഷപ്പെടുത്താൻ ശ്രമിച്ചത് തങ്ങളുടെ കുടുംബമാണെന്നും താരം കൂട്ടിച്ചേർത്തു. എന്നാൽ തന്റെ 21ാമത്തെ വയസ്സിലാണ് കാര്യങ്ങൾ തകിടം മറിഞ്ഞത്. ആളുകൾ വളരെ വൃത്തികെട്ട സന്ദേശങ്ങൾ അയക്കാനും വൃത്തികെട്ട രീതിയിൽ വിമർശിക്കാനും തുടങ്ങി. അത് തന്റെ ഹൃദയത്തെ തകർത്തെന്നും പിന്നീട് കാര്യങ്ങൾക്കൊക്കെ മാറ്റം വന്നെങ്കിലും അത് ഇന്നും വേദനിപ്പിക്കുന്ന ഓർമ്മയാണെന്നും താരം പറയുന്നു. സിനി ലൈഫ്.